ആംബുലൻസ്. അത് ആംബുലൻസ് അല്ല, ആംബുലൻസ് എന്നാണ്. ആംബുലൻസ്. നിങ്ങൾക്കും വില്ലയെ പോലെ ശരിയായ പ്രൊനൗൺസിയേഷൻ പഠിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ കിഡ്സ് ആപ്പായ കുക്കു टीवी डाउनलोड ചെയ്യൂ और एवरीडे कुछ नया सीखो। कुकू टीवी। ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് വെച്ചാൽ എന്താ അച്ഛാ? അവിടെ നമുക്ക് നിറയെ ചെടികളൊക്കെ കാണാൻ സാധിക്കും. അത് മാത്രമല്ല പഴങ്ങളും വലിയ മരങ്ങളും കാണാം. എനിക്ക് പൂക്കൾ എന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാ. എനിക്ക് പഴങ്ങൾ ഇഷ്ടമാ. വളരെ നല്ലത്. നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. എത്ര മനോഹരമായ പൂക്കൾ. അച്ഛാ, എന്റെ ഒരു ഫോട്ടോ എടുക്കുമോ? അമ്മയെ കൊണ്ടുപോയി കാണിക്കാം. എങ്കിൽ ശരി, അവിടെ നിന്ന് നിന്നേ. ഇത് എന്ത് ചെടിയാച്ചാ? കാണാൻ ഒരു ഭംഗിയുമില്ലല്ലോ. ഇത് ഒരു മുളച്ചെടിയാണ്. പക്ഷെ കാണാൻ വിചിത്രമായിട്ടുണ്ട്. പൂക്കളില്ല, പഴങ്ങളില്ല, വെറും കമ്പു മാതിരി. കാണാൻ ഒരു ഭംഗിയുമില്ല. അതെ അച്ഛാ, ഈ സാധാരണ ചെടി നമ്മുടെ തോട്ടത്തിൽ വേസ്റ്റ് ആയിട്ട് നിൽക്കുവാ അച്ഛാ. ഓഹോ, കുട്ടികളായ നിങ്ങൾ ആ ചെറിയ ബാംബിയെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. ചെറിയ ബാംബിയോ? അതാരാ അച്ഛാ? നിങ്ങൾക്ക് ബാംബിയെ അറിയില്ലേ? അപ്പൊ ഈ കഥ നിങ്ങൾ കേൾക്കണം. കഥ പറയാനുള്ള സമയം. പണ്ടൊരു കാലത്ത് ഒരു ചെറിയ മുള കാട്ടിൽ വളർന്നിരുന്നു. അതിനെ കാണാൻ മനോഹരമായിരിക്കും. മുതിർന്ന ചെടികൾക്ക് അതിനെ വളരെ ഇഷ്ടമായിരുന്നു. അതിനെ ബാംബി എന്ന് വിളിച്ചു. എല്ലാവർക്കും ബാംബിയെ വളരെ ഇഷ്ടമായിരുന്നെങ്കിലും അതിന് സന്തോഷമില്ലായിരുന്നു. എന്താ പറ്റി ബാംബി? നീ വളരെ വിഷമത്തിലാണല്ലോ. ഓ, ഒന്നുമില്ല. ഇല്ല, ഇതിൽ എന്തോ ഒരു വിഷയമുണ്ടല്ലോ. എന്നോട് മറക്കല്ലേ. പറയൂ ബാംബി, അത് ശരിയാക്കാൻ പറ്റുമോന്ന് നമുക്ക് നോക്കാം. അത് നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റിയ കാര്യമല്ല. ശരി, അത് എന്താണെന്ന് എന്നോട് പറഞ്ഞൂടെ? എന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ല. എന്തുകൊണ്ടാ? നീ എന്തിനാണ് ആർക്കും പ്രയോജനപ്പെടില്ല എന്ന് വിചാരിക്കുന്നേ? എന്നെ കണ്ടില്ലേ? എന്റെ ദേഹത്ത് പൂക്കളും പഴങ്ങളും ഒന്നുമില്ല. കാട്ടിലെ മറ്റു ചെടികളെ പോലെ. അവരെ കാണാൻ എന്ത് ഭംഗിയുണ്ട്. വണ്ടുകൾ എപ്പോഴും അവരിലേക്കാണ് പോകുന്നത്. ആരും എന്റെ അടുത്ത് വരുന്നില്ല. ഇതാണ് നിന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ശാഖകളുമില്ല. ഞാൻ ഇങ്ങനെ തന്നെ വളരുന്നു. അത് ഒരു നേർരേഖ പോലെ. അത്രമാത്രം. അതിലെന്താ രസമുള്ളത്? എന്നെ കൊണ്ട് പ്രയോജനമില്ല, പ്രയോജനമില്ല, പ്രയോജനമില്ല. ഓക്കെ, നിന്റെ വിഷമം കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നാളെ നീ ഉച്ചവരയ്ക്കും കാത്തിരുന്നേ പറ്റൂ. പിള്ളേര് സ്കൂളിലേക്ക് പോകുമ്പോ ഈ വഴിയാണ് കടന്നു പോവുക. അപ്പൊ നിന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയാം. അതെന്താണ്? നീ തന്നെ കാണും. ആ മുളകളെല്ലാം വളർന്നിരിക്കുന്നത് സ്കൂളിനടുത്തുള്ള ഒരു റോഡിന്റെ സൈഡിലായിരുന്നു. ഓരോ ദിവസവും ഉച്ച സമയത്ത് കുട്ടികൾ അതുവഴിയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോ നീ പിള്ളേരെ നോക്ക്. അതാ വരുന്നു, കണ്ടില്ലേ? ആ കുട്ടികളുടെ കയ്യിൽ എന്താണുള്ളതെന്ന് നോക്ക്. ഇത് പുസ്തകമാണല്ലോ. വളരെ ശരിയാണ്. ആ പുസ്തകം എങ്ങനെയാ ഉണ്ടായതെന്ന് നിനക്ക് അറിയോ? പേപ്പർ. അപ്പൊ പേപ്പർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നമ്മളെ കൊണ്ടല്ലേ. മുളയിൽ നിന്നാണ് പേപ്പർ എല്ലാം ഉണ്ടാക്കുന്നത്. ഈ ലോകത്തെക്കുറിച്ചുള്ള എല്ലാ അറിവും ഈ പുസ്തകത്തിലാണ് ഉള്ളത്. ഇതിനെയാണ് എല്ലാ കുട്ടികളും പഠിക്കുന്നത്. അപ്പോ കുട്ടികൾക്ക് അറിവ് കിട്ടുന്നത് നമ്മൾ കാരണമാണോ? അങ്ങനൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ പേപ്പറുകൾ ഇല്ലാതെ പുസ്തകങ്ങൾ ചെയ്യാൻ പറ്റില്ല. അതെ, നീ അവിടെ വരുന്ന ആ കുട്ടീനെ കണ്ടോ? അവന്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന് നിനക്ക് അറിയുന്നുണ്ടോ? ഇത് കണ്ടിട്ട് ഒരു വടി പോലെ തോന്നുന്നു. അത് സാധാരണത്തെ വടിയല്ല. അതിന്റെ പേരാണ് ഓടക്കുഴൽ. അതിന്നാണ് സംഗീതം വരിക. വാവ്, അത് എത്ര മനോഹരമായ ഗാനമാണ്. അതുമാത്രമല്ല, ജനങ്ങൾ നമ്മളെ മനോഹരമായ ഫർണിച്ചറുകൾ ചെയ്യുവാനും നല്ല സാധനങ്ങൾ ചെയ്യുവാനും വേണ്ടി നമ്മളെ ഉപയോഗിക്കുന്നു. ഭക്ഷണത്തിന് വേണ്ടിയും നമ്മളെ ഉപയോഗിക്കുന്നു. അതെയോ? അതെ ബാംബി. അതുകൊണ്ട് നമുക്ക് പഴങ്ങളും പൂക്കളും ഇല്ലെങ്കിൽ എന്താകാൻ പോകുന്നു? പല സാഹചര്യങ്ങളിൽ നമ്മൾ എല്ലാവർക്കും ഉപയോഗപ്പെടുന്നു. ഇപ്പൊ പറയൂ, ആ മുളച്ചെടിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഓ അച്ഛാ, ഇത് നല്ല കഥയായിരുന്നു. ഇതിന് ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല അച്ഛാ. അതെ അതെ,
ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? പ്രകൃതിദത്തമായ കാര്യങ്ങളെല്ലാം നമുക്ക് പ്രയോജനപ്പെടും. ഈ ലോകത്തിൽ ഒന്നും ഒരു കാരണമില്ലാതെ ഉണ്ടാകുന്നില്ല. ഇപ്പം നമുക്ക് പോയി മറ്റുള്ള ചെടികളെ നോക്കാം.